കർത്താവിന് ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ തിരുസനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗോടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ചിട്ട് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം. ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട. മറിച്ച് കർത്താവിൻ്റെ ആയുധമായ, സ്വർഗത്തിൻ്റെ ആയുധമായ ജപമാല നീ കയ്യിലെടുക്കണം. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ മക്കളെ, എന്തിനു നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ 3:23 കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം 92:10 കൂട്ടുവെക്കേണ്ടത്. എന്താ കാര്യം? വിലാപം എന്താ പറയുന്നത്? ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു. എങ്ങനെയാണ്? അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി, ഇപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ? എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും. ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്നാ ചെയ്യിക്കണത്? കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിക്കണമായിട്ടില്ലേ? ടൈയൊക്കെ കെട്ടിക്കൊടുത്ത് അവരുടെ സ്റ്റാറ്റസൊക്കെ വർദ്ധിച്ചെന്ന് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വല്ല 10-12 രൂപ കൊടുക്കും. ഭയങ്കര കഷ്ടപ്പാടാണ് അത്. സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം, ഒക്കെ കുഴപ്പമൊന്നുമില്ല. അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, 11 മണിയാകുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും, ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മളൊക്കെ വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയല്ല പറയണത്. വെൽ ട്രീറ്റഡ് എന്താ? വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത് എന്തിനാണ്? ഇവൻ ചായ കുടിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവൻ ചായ കുടിച്ച് പോയ പിന്നെ 1/2 മണിക്കൂർ പോവുകയെ. ഇവന് കൊണ്ടുവന്ന ഈ സാധനം മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പോകത്തില്ലല്ല. 30 മിനിറ്റ്സ് 30 മിനിറ്റിന് പകരം 5 മിനിറ്റ് കൊണ്ട് ആ ചപ്പർ ക്ലോസ് ചെയ്യും. ബാക്കി 25 മിനിറ്റ് കോർപ്പറേറ്റിന് ലാഭമാണ്. പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവന് ബോറടിക്കും. അവനെന്ത് ചെയ്യും? ടേബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും, എന്നിട്ട് സ്റ്റാർ കൊടുക്കും. ശമ്പളം വല്ല 10-50 രൂപ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്ത് ചെയ്യും? ബോറ് മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളിലേക്ക് കൊടുക്കും. പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചില ആൾക്കാരെ പറയുന്നത് 7 മാസം കൂടുമ്പോൾ മുറിയല്ല. ഇപ്പം ഞാൻ എൻ്റെ മുറികൾ 7 മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഒരു ചെറിയൊരു ആൾട്രേഷൻസ് വരുത്തും. കാര്യം എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് അവിടെ ഇടുന്നൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ റീഅറേഞ്ച് ചെയ്യും. ബോറിൻ്റെ പ്രശ്നമല്ലത്. പക്ഷേ എന്നാലും ശരി, മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഒരാളെ കാണുമ്പോൾ ബോറടിക്കുക, സ്നേഹം കൊടുത്ത് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല. കാര്യം ഈ ബോറെന്നുള്ള സംഭവം വർദ്ധിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കൊരു മൊണോട്ടണസായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷേ ആധ്യാത്മികതയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികൽപ്പന ചെയ്തിരിക്കുന്നത്. അതാണ് ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും.
അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ, നീ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ, ആ ജോലിയിലൊക്കെ ഓരോരോ പുതിയ ത്രില്ലുകൾ തന്നുകൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ടുപോകണത്. നമ്മളത് വായിച്ചതാണല്ലേ, അല്ല ഈ ദിവസം കണ്ടതല്ലേ അത്. അതായത് ഇതിനെ ഈശോ ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യണത്. ശാന്തമായിട്ട്, മരുഭൂമിയിലേക്കാണല്ലോ പോണത്, അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുമരണമായിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു, അത് ജോബിൻ്റെ കാറ്റഗറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. നിശബ്ദമായിരുന്ന ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാവസ്ഥ ഭേദങ്ങളിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്.